പാലക്കാട് ധോണിയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തിയും കിണറിന്റെ കോൺക്രീറ്റ് തൂണുകളും ഇരുമ്പ് ഗേറ്റുകളും വരെ തകർത്തുകൊണ്ടും വളർത്തുമൃഗങ്ങളെ കൊന്നുകൊണ്ടും ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന കാട്ടാനക്കൂട്ടങ്ങൾ. ചിന്നക്കനാലിലും ശാന്തൻപാറയിലും ഭീതി പടർത്തിയ അരിക്കൊമ്പനും ചക്കക്കൊമ്പനും. ഒന്നരക്കൊമ്പൻ, മുറിവാലൻ ചില്ലിക്കൊമ്പൻ, പടയപ്പ, സിഗരറ്റ് കൊമ്പൻ അങ്ങനെ പല പേരുകളുള്ള ആനകളുടെ ആനക്കലിയിൽ വിറകൊള്ളുന്ന ഇടുക്കി ജില്ല. കണ്ണൂർ ഉള്ളിക്കലിൽ ഇറങ്ങിയ കാട്ടാനയെ പേടിച്ചോടി ഒളിക്കേണ്ടി വന്ന നാട്ടുകാർ. പത്തനംതിട്ടയിലെ പുലിയിറക്കങ്ങൾ, കാട്ടുപന്നിയുടെ ആക്രമണങ്ങൾ, വിതുരയിൽ സ്ഥിരമായി ഭീതി പടർത്തുന്ന കരടി ആക്രമണങ്ങൾ. ഏറ്റവും ഒടുവിലായി കടുവയുടെ ആക്രമണത്തിൽ 36 വയസ്സുകാരൻ കൊല്ലപ്പെട്ടത് വയനാട്ടിലാണ്. തുടർച്ചയായി വന്യജീവി ആക്രമണങ്ങൾ നടക്കുന്ന ജില്ല കൂടിയാണ് വയനാട്. കേരളത്തിൽ ആകമാനം വനത്തോടനുബന്ധിച്ചുള്ള മേഖലകൾ വന്യജീവി ആക്രമണങ്ങളുടെ ഭീഷണിയിലാണ്. ഇത് പരിഹരിക്കാനായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ക്രിയാത്മകമായ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നത് ആശങ്കയുയർത്തുന്ന കാര്യം തന്നെ. ഒരു കടുവയെ കൂട്ടിലടച്ചതുകൊണ്ടോ വെടിവെച്ച് കൊന്നതുകൊണ്ടോ മറ്റു കടുവകൾ ഇത്തരത്തിൽ ആക്രമണം നടത്താതിരിക്കുമോ? എന്താണ് വന്യജീവി ആക്രമണങ്ങൾ തടയാനുള്ള യഥാർത്ഥ പരിഹാരം? 23 വർഷത്തിനിടയിൽ വിവിധ മൃഗങ്ങളുടെ ആക്രമണത്തിൽ വയനാട്ടിൽ കൊല്ലപ്പെട്ടത് 45 പേരാണ്. 106 പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. 2011 മുതൽ 2022 വരെ സംസ്ഥാനത്ത് 34,785 വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായെന്നാണ് വനം വകുപ്പിന്റെ ഔദ്യോഗിക കണക്ക്. ഇവയിൽ 1,233 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 6,803 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണങ്ങൾ കിഴക്കൻ വനം വകുപ്പിന് കീഴിലുള്ള പാലക്കാട്, നിലമ്പൂർ, മണ്ണാർക്കാട്, നെന്മാറ എന്നീ സ്ഥലങ്ങളിലാണ്. 10 വർഷത്തിനിടയിൽ 7 പേരാണ് കടുവ ആക്രമണത്തിൽ വയനാട്ടിൽ മാത്രം കൊല്ലപ്പെട്ടത്. വയനാട്ടിലെ 3 വന്യജീവി മേഖലകളിൽ നിന്നായി, അതായത് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, സൗത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷൻ, നോർത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷൻ എന്നിവിടങ്ങളിലായി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 51 പേർ വിവിധ മൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആന, പന്നി, കടുവ, കാട്ടുപോത്ത്, കുരങ്ങൻ, മാൻ, മയിൽ തുടങ്ങിയവയെല്ലാം ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി വന്ന് കൃഷിവിളകൾ നശിപ്പിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇവയിൽ പല മൃഗങ്ങളും മനുഷ്യജീവന് വലിയ ഭീഷണിയും സൃഷ്ടിക്കുന്നു. 2021 മാത്രം വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 66 പേരാണ്. അതുപോലെ ഇന്ത്യയിൽ കഴിഞ്ഞ 18 മാസത്തിനിടയിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 123 പേരാണ്. വന്യജീവി വകുപ്പ് പുറത്തിറക്കിയ റിപ്പോർട്ടിലും വന്യജീവി ആക്രമണത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് 2021 ജൂൺ മുതൽ 2022 ഡിസംബർ 22 വരെ 88,287 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാർഷിക വിളകൾ നശിപ്പിച്ചതും വീടുകൾ നശിപ്പിക്കപ്പെട്ടതുമായ കേസുകളുടെ എണ്ണം ഏകദേശം 8,707 ആണ്. വന്യജീവികൾ കാടിറങ്ങി വന്ന് മനുഷ്യരുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ജീവന് ഭീഷണി ഉയർത്തുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇതിനൊരു പരിഹാരമില്ലാത്തതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വനമേഖലയോട് ചേർന്ന ഇടങ്ങളിൽ ജീവിക്കുന്ന സാധാരണക്കാരാണ് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അധികവും അനുഭവിക്കുന്നത്. അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ അരക്ഷിതാവസ്ഥയോടെ ജീവിക്കുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. ആരെയെങ്കിലും പുലിയും കടുവയും ഒക്കെ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുമ്പോൾ സമരം നടത്തുകയും പിടിച്ച കടുവയെ വെടിവെച്ച് കൊല്ലുമ്പോൾ തീരുന്നതുമല്ല കാര്യം. സാധാരണക്കാരന്റെ ജീവന് വില കൊടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ പഠനങ്ങൾ നടത്തി ശാശ്വതമായ പരിഹാരം കാണേണ്ടതുണ്ട്. കേരളത്തിൽ വന്യജീവി സംഘർഷങ്ങളുടെ പ്രധാന കാരണമെന്ന് വനം വകുപ്പ് വിലയിരുത്തുന്നത് ഇനി പറയാൻ പോകുന്ന കാരണങ്ങളാണ്. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 29.1% വനപ്രദേശമാണ്. വനാതിർത്തിയിലുള്ള 120 ഗ്രാമങ്ങളിലെ ജനങ്ങൾ വന്യജീവി ആക്രമണങ്ങളെ ഭയന്ന് കഴിയുന്നുണ്ട്. മനുഷ്യരും വളർത്തുമൃഗങ്ങളും കൊല്ലപ്പെടുന്നതിനോടൊപ്പം വിളകൾക്കും സ്വത്തിനുമെല്ലാം നാശം സംഭവിക്കുകയും ചെയ്യുന്നത് സാധാരണമായ കാര്യമാണ്. കേരളത്തിലെ വന്യജീവി ആക്രമണങ്ങളിലെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് വന്യജീവികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നതാണ്. വയനാട്ടിൽ 160 കടുവകളാണ് നിലവിലുള്ളത്. ഇത്രയധികം കടുവകൾക്ക് ജീവിക്കുവാനുള്ള ആവാസ വ്യവസ്ഥ ഈ പ്രദേശങ്ങളിൽ ഇല്ലതാനും. നിലവിൽ 20ലധികം കടുവകൾക്ക് മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രദേശത്ത് 160 കടുവകൾ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ വളരെ അപകടമാണ്. അതുപോലെ തന്നെ വനത്തിനുള്ളിലെ കാലാവസ്ഥാ വ്യതിയാനം, ഭക്ഷ്യവസ്തുക്കളും വെള്ളത്തിനുമൊക്കെയുള്ള കുറവ്, വനമേഖലയോട് ചേർന്ന് മനുഷ്യൻ കയ്യേറി ഉണ്ടാക്കിയ ഏകവിളത്തോട്ടങ്ങളുടെ വർധനവ്, നഗരവൽക്കരണത്തിന്റെ ഭാഗമായി വനമേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലുണ്ടായ വർധനവ്,
വനമേഖലയിലെ വിനോദസഞ്ചാര പദ്ധതികൾ, കാട്ടുതീ ഇവയൊക്കെ കേരളത്തിലെ വന്യജീവി സംഘർഷങ്ങളുടെ പ്രധാന കാരണമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാദമുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ അടിസ്ഥാന കാരണം മനുഷ്യർ തന്നെയാണെന്ന് പറയാം. അശാസ്ത്രീയമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും വനം കയ്യേറുകയും ചെയ്യുന്നതുകൊണ്ട് വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയുടെ വിസ്തൃതിയിൽ വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമാണ് കാണേണ്ടത്. അതിന് ചെയ്യാൻ കഴിയുന്ന ചില പരിഹാര മാർഗങ്ങളുണ്ട്. ആവാസ വ്യവസ്ഥയുടെ സ്വാഭാവികതയും വിസ്തൃതിയും വീണ്ടെടുക്കുക. വന്യജീവികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള കൃഷിവിളകൾ വന അതിർത്തിയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുക. അതിസംഘർഷ സാധ്യതയുള്ള മേഖലകളിൽ മനുഷ്യന്റെ ഇടപെടലുകൾ പരമാവധി ഒഴിവാക്കുക. ഇവയൊക്കെ ചെയ്യാവുന്ന മുൻകരുതലുകളാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രശ്നക്കാരായ വന്യജീവികളെ പിടികൂടി മാറ്റിപ്പാർപ്പിക്കുക എന്ന മാർഗവും അവലംബിക്കാവുന്നതാണ്. വന്യജീവികളുടെ നിയന്ത്രണാതീതമായ വർധനവ് തടയാൻ അമേരിക്ക, ബ്രിട്ടൻ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറ്റും കാട്ടുമൃഗങ്ങളുടെ ദയാവധം നടപ്പാക്കി വരുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ കങ്കാരുക്കളുടെയും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആനയുടെയും വംശവർധനവ് തടയുന്നതിനുമാണ് ഇത്തരത്തിൽ ദയാവധം നടപ്പിലാക്കുന്നത്. ഇന്ത്യയിലും ഇത്തരത്തിൽ നടപ്പിലാക്കുന്ന കാര്യം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സർക്കാരും ബന്ധപ്പെട്ട വകുപ്പുകളും ഇടപെട്ട് കാര്യക്ഷമമായ പദ്ധതികൾ കണ്ടെത്തുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കൂ.